തൃശൂരിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എടമുട്ടം സ്വദേശിനിയായ 30-കാരി. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കരൂപ്പടന്നയിൽ തെരുവുനായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ 8 ആടുകൾ ചത്തു. അതിരപ്പള്ളിയിൽ കാട്ടാനശല്യം വീണ്ടും രൂക്ഷമാകുന്നതായി പരാതി. വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച പ്രത്യേക ദൗത്യം ഫലപ്രദമല്ലെന്നും ആനകൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് മടങ്ങിയെത്തുകയാണെന്നും നാട്ടുകാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂരിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശിനിയായ 30-കാരിയാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ നഗരമധ്യത്തിലെ ഒരു ലോഡ്ജിലെ 108 നമ്പർ മുറിയിലാണ് യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടമുട്ടം സ്വദേശിനി ജ്യോതി എന്ന പേരിലാണ് യുവതി ലോഡ്ജിൽ മുറിയെടുത്തിരുന്നത്. കഴിഞ്ഞ 27-ന് ഒരു ഓട്ടോ ഡ്രൈവർക്കൊപ്പമാണ് യുവതി ലോഡ്ജിലെത്തിയത്. ഇന്നുച്ചയോടെ യുവതിയെ 2 ദിവസമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് അറിയിച്ച ഓട്ടോ ഡ്രൈവർ ലോഡ്ജ് റിസപ്ഷനിൽ എത്തുകയായിരുന്നു. തുടർന്ന് ജീവനക്കാർക്ക് സംശയം തോന്നിയതോടെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും ചേർന്ന മുറി ബലമായി തുറന്നപ്പോഴാണ് യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പ്രസവവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണോ മരണകാരണമെന്നുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ മറ്റ് ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടോ എന്നും അന്വേഷണത്തിന്റെ ഭാഗമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിക്കൊപ്പമെത്തിയ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മീഡിയ ടൈം, തൃശൂർ. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. ആക്രമണം നടത്തിയ നായയെ നാട്ടുകാരുടെയും അനിമൽ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പിടികൂടി നിരീക്ഷണത്തിലാക്കി. കയ്പമംഗലം ബീച്ചിലെ കോഴിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പള്ളത്ത് നിർമ്മല, കൈതവളപ്പിൽ സനേഖ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തളിക്കുളം അനിമൽ സ്ക്വാഡിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. വാർഡ് മെമ്പർ PT രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് ആക്രമണം നടത്തിയ തെരുവുനായയെ പിടികൂടിയത്. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയത്തെ തുടർന്ന് അതിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കിയതായി അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കരൂപ്പടന്നയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതായി പരാതി. തെരുവുനായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ 8 ആടുകൾ ചത്ത സംഭവത്തെ തുടർന്ന് അടിയന്തര നിയന്ത്രണ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കരൂപ്പടന്ന മേഖലയിലാണ് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസികളുടെ സ്വൈര്യജീവിതത്തിനും വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായകൾ ഭീഷണിയായി മാറിയെന്നാണ് പരാതി. ഉപജീവനത്തിനായി വളർത്തിയിരുന്ന 8 ആടുകളെ തെരുവുനായകൾ കൂട് തകർത്ത് ആക്രമിച്ചതിനെ തുടർന്ന് ചത്തു. ആക്രമണത്തിനിരയായ ആടുകൾ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ പേവിഷബാധയുടേതാണെന്ന് സംശയിക്കുന്നതായി വീട്ടുകാർ പറയുന്നു. എന്നാൽ മരണകാരണം ഔദ്യോഗിക പരിശോധനയിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ. തെരുവുനായ നിയന്ത്രണത്തിനായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയിരുന്ന അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC പദ്ധതി നിലവിൽ പ്രവർത്തനരഹിതമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പദ്ധതി പുനരാരംഭിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ രാഷ്ട്രീയപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പരാതിയുണ്ട്. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശങ്ങൾക്കും നിലവിലെ നിയമവ്യവസ്ഥകൾക്കും അനുസൃതമായി ABC പദ്ധതി ഉൾപ്പെടെയുള്ള നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ മയ്യക്കാരൻ ആവശ്യപ്പെട്ടു. അതേസമയം ABC പദ്ധതി നിർത്തിവെച്ചെന്ന ആരോപണത്തെയും മറ്റ് വിഷയങ്ങളെയും സംബന്ധിച്ച് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. അതിരപ്പള്ളിയിൽ കാട്ടാനശല്യം വീണ്ടും രൂക്ഷമാകുന്നതായി പരാതി. വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച പ്രത്യേക ദൗത്യം ഫലപ്രദമല്ലെന്നും ആനകൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് മടങ്ങിയെത്തുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച പ്രത്യേക ദൗത്യം പ്രതീക്ഷിച്ച ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
വനത്തിലേക്ക് തുരത്താൻ ശ്രമിച്ച കാട്ടാനക്കൂട്ടം വീണ്ടും വെറ്റിലപ്പാറ മേഖലയിലെ ജനവാസ പ്രദേശങ്ങളിലേക്ക് തിരിച്ചെത്തി ആക്രമണ സ്വഭാവം കാണിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പിള്ളപ്പാറ ഭാഗത്ത് ആനകളെ കാടുകയറ്റാൻ ശ്രമിച്ച പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെയും കാട്ടാനകൾ തിരിഞ്ഞെത്തിയതായി വിവരമുണ്ട്. അതിരപ്പള്ളി ഭാഗത്തു നിന്ന് പ്ലാന്റേഷൻ മേഖലയിലേക്ക് ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും പൈനാപ്പിൾ കൃഷിക്ക് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുത വേലികൾ കാരണം ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെന്നാണ് ആരോപണം. ഇതോടെ മുന്നോട്ടു പോകാനാകാതെ തടസ്സപ്പെടുന്ന ആനകൾ കൂടുതൽ അക്രമാസക്തരായി വീണ്ടും ജനവാസ മേഖലകളിലേക്ക് മടങ്ങി വരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായി വലിയ സംഘം ആനകളെ തുരത്തുന്നുണ്ടെങ്കിലും മറുവശത്ത് അവയെ കാടുകയറ്റാൻ നിയോഗിച്ചിരിക്കുന്നത് വെറും 6 അംഗ സംഘമാണെന്നും ഇതുമൂലം ഏഴാറ്റുമുഖം റേഞ്ചിലെ വനപാലകർ വലിയ സമ്മർദ്ദത്തിലാണെന്നും ആക്ഷേപമുണ്ട്. ഇതിനിടെ കാട്ടാനകളെ കാണാനായി വാഹനങ്ങൾ നിർത്തി ചിത്രമെടുക്കുന്ന വിനോദസഞ്ചാരികളുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റവും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി വനപാലകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ രീതിയിൽ പ്രത്യേക ദൗത്യം തുടർന്നാൽ ആനശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത തെർമൽ ക്യാമറകൾ, സെൻസറുകൾ, സൗണ്ട് ലൈറ്റ് ട്രിഗറിംഗ് സംവിധാനങ്ങൾ എന്നിവ അതിരപ്പള്ളി മേഖലയിലും അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ 16 പേർ മരിക്കാനിടയായ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ച് നൽകിയ ഹർജിയിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ സർക്കാർ സംവിധാനത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നസീബ് A. അബ്ദുൾ റസാഖ് റിപ്പോർട്ട് ഹാജരാക്കാൻ ഉത്തരവിട്ടത്. ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെന്നും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഉറപ്പാക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരാജയപ്പെട്ടുവെന്നുമാണ് ഹർജിയിലെ ആരോപണം. ഒല്ലൂക്കര സ്വദേശി D. ആൻഡോയാണ് ഹർജി സമർപ്പിച്ചത്. വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെയും നടപടികൾ കോടതി പരിശോധിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കൊച്ചി എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓഫീസർ ദീപക് കുമാർ, വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി KK മനോജ്, മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസർ യാമിനി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TK നിതീഷ്, തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ M. സുജിത് എന്നിവരാണ് കേസിലെ എതിർകക്ഷികൾ. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ബേബി P. ആന്റണി കോടതിയിൽ ഹാജരായി. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി മേലൂരിൽ അമ്മയും 6 വയസ്സുകാരിയായ മകളും കിണറ്റിൽ വീണു. അയൽവാസിയുടെ സമയോചിത ഇടപെടലിനും ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ രക്ഷാപ്രവർത്തനത്തിനുമൊടുവിൽ ഇരുവരെയും സുരക്ഷിതമായി പുറത്തെടുത്തു. ചാലക്കുടി മേലൂർ കുന്ന് പ്രദേശത്താണ് അമ്മയും മകളും കിണറ്റിൽ വീണത്. മേലൂർ കുന്ന് സ്വദേശി പുതുശ്ശേരി വീട്ടിൽ സൈന സന്തോഷും 6 വയസ്സുകാരിയായ മകൾ അന്ന സന്തോഷുമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അയൽവാസിയായ ജോഷി ഉടൻ കിണറ്റിലിറങ്ങി ഇരുവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ മുകളിലേക്ക് കയറ്റാൻ സാധിക്കാതെ വന്നതോടെ ചാലക്കുടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയുടെയും നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ മോഹൻ കിണറ്റിലിറങ്ങി പ്രത്യേക നെറ്റിന്റെ സഹായത്തോടെ അമ്മയെയും മകളെയും രക്ഷാപ്രവർത്തനത്തിനായി കിണറ്റിലിറങ്ങിയ ജോഷിയെയും സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളായ രതീഷ് PR, ആദർശ് SA, അരുൺ K, അഖിൽ R നായർ, അരുൺ VN, സൂരജ് കുമാർ, വിൻസി ഡേവിസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടകര. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം കരടിവളവ് കൈനപ്പറമ്പിൽ പ്രവീണിന്റെ വീടിന് മുകളിലേക്കാണ് ഇന്ന് രാവിലെ തെങ്ങ് വീണത്. കയ്പമംഗലം കരടിവളവ് കൈനപ്പറമ്പിൽ പ്രവീണിന്റെ വീടിന് മുകളിലേക്കാണ് ഇന്ന് രാവിലെ തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ കാര്യമായ നാശനഷ്ടമുണ്ടായി. സംഭവ സമയത്ത് വീടിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. വിവരമറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നാശനഷ്ടങ്ങളുടെ കണക്ക് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. ആളൂർ ആനത്തറത്ത് പോലീസ് ജീപ്പിടിച്ച് വിദ്യാർത്ഥി ജുവിൻ രാജു മരിച്ച സംഭവത്തിൽ യഥാർത്ഥ കുറ്റക്കാരെ രക്ഷിക്കാൻ ശ്രമമുണ്ടെന്ന ആരോപണവുമായി CPI മാള ഏരിയ കമ്മിറ്റി. വിഷയത്തിൽ തോമസ് ഉണ്ണിയാടൻ MLAയുടെ നിലപാടിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ആളൂർ ആനത്തടത്ത് ജൂൺ 15-ന് പോലീസ് ജീപ്പിടിച്ച് വിദ്യാർത്ഥി ജുവിൻ രാജു മരിക്കുകയും അനന്തകൃഷ്ണൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ CPIM മാള ഏരിയ കമ്മിറ്റി സർക്കാരിനും MLAയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി.
പോലീസിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നും എന്നാൽ നിയമസഭയിൽ നടത്തിയ സബ്മിഷനിലൂടെ പോലീസിന്റെ ഉത്തരവാദിത്തം മറച്ചുവെക്കാനും വിദ്യാർത്ഥികളെ പ്രതിക്കൂട്ടിലാക്കാനുമാണ് തോമസ് ഉണ്ണിയാടൻ MLA ശ്രമിച്ചതെന്നും CPIM ആരോപിച്ചു. ജനപ്രതിനിധിയുടെ ഈ നിലപാട് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പാർട്ടി വ്യക്തമാക്കി. അപകടം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഭ്യന്തരമന്ത്രിയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തെ നേരിട്ടോ ഫോണിലൂടെയോ ബന്ധപ്പെട്ടില്ലെന്നും ഗുരുതരമായി പരിക്കേറ്റ അനന്തകൃഷ്ണന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തിട്ടില്ലെന്നും CPIM ആരോപിച്ചു. മരിച്ച ജുബിൻ രാജുവിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും അനന്തകൃഷ്ണന്റെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കണമെന്നും അപകടത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ ക്രിമിനൽ നടപടിയും വകുപ്പ് തല അന്വേഷണവും ആരംഭിക്കണമെന്നും CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ആവശ്യപ്പെട്ടു. സർക്കാർ ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നും തോമസ് ഉണ്ണിയാടൻ MLA അപകടബാധിത കുടുംബത്തോടും നാടിനോടും മാപ്പു പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ പരിഗണിക്കാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും CPIM മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHSS സ്കൂളിൽ 1 മില്യൺ ഗോൾ ഷൂട്ടൌട്ട് മേള നടത്തി. തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ 1 മില്യൺ ഗോൾ ഷൂട്ടൌട്ട് മേള മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MK ബാബു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് വിൻസ് അംബൂക്കൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഫിഫ വേൾഡ് കപ്പ് തീം സോങ് അലീന C റിജു ആലപിച്ചു. ലോകകപ്പ് ബാനർ പ്രകാശനം, ഫ്ലാഷ് മോബ്, തൂഫാൻ എന്നെഴുതിയ അക്ഷരത്തിൽ വിദ്യാർത്ഥികൾ അണിനിരക്കൽ എന്നിവ നടന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി, CJ ദയ, മേരി, റോസ്മരിയ, മരിയ ടോജി എന്നിവർ സംസാരിച്ചു. വൈസ്മെൻസ് ഇന്റർനാഷണൽ മാള ക്ലബിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ്മെൻസ് ക്ലബിന്റെ വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് അവർ എന്നും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാഴ്ചയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളും ജോലിച്ചേട്ടൻ എന്നെ വിളിച്ചു പറയാറുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ ജോലിച്ചേട്ടൻ വിളിക്കും. രാഷ്ട്രീയത്തിൽ ഞാൻ ഇങ്ങനെ കൊടുക്കട്ടെ, അതിന് ചെയ്യട്ടെ, ഓക്കെ. ജോലിച്ചേട്ടൻ സത്യസന്ധമായിട്ട് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എനിക്ക് അറിയാവുന്നത് എങ്ങനെയാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ എനിക്ക് തന്നെ ഒരു ചെറിയ കാലഘട്ടത്തിലൊക്കെ ജോലിയൊക്കെ സംഘടിപ്പിച്ച് തന്നിട്ടുള്ള ജോലിച്ചേട്ടനാണ്. അപ്പൊ ആ ജോലിച്ചേട്ടൻ എന്ത് അത് അപ്പോഴും ആ ജോലി ഉള്ള കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറയും, ചേട്ടാ അത് ചെയ്യാം, അല്ലെങ്കിൽ ചേട്ടാ ഞാനത് ചെയ്യട്ടെ. അപ്പൊ പല രോഗികളും എൻ്റെ അടുത്ത് വരും, പല ആൾക്കാരും വീടില്ലാത്തവരും. അപ്പൊ ഞാൻ ജോലിച്ചേട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ചൂസ് ലീഗ് അത് തന്നെ. കാരണം അച്ചൂസ് ലീഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയത്തിലുള്ള ഒരു സുഹൃത്ത് കൂടിയാണ് ചെറുപ്പകാലത്ത്. സ്നേഹഗിരി പള്ളി വികാരി ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. SLC, +2 വിഭാഗങ്ങളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് മാർഗ്രറ്റ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജോളി വടക്കൻ, സെബാസ്റ്റ്യൻ വിധേയത്തിൽ, ജോണി തെക്കിനിയത്ത്, റാണി ജോണി, ജോസ് മാത്യു, പ്രതാപൻ ഇല്ലത്ത്, ജിഷ ഷിബു, റോസ്ലി ജോളി എന്നിവർ സംസാരിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് 17ാമത് വാർഷിക സമ്മേളനം നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുയോഗം സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാർക്കും കുടുംബത്തിനുള്ള സഹായങ്ങളും ഒരു മെമ്പർ മരണപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്നതിന് വേണ്ടി വർഷം തോറും 10,000 രൂപയുടെ സ്കോളർഷിപ്പ് ആ കുട്ടിയുടെ പഠനത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി സംഘടന പ്രത്യേക ഒരു ആനുകൂല്യം തന്നെയാണ്.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുടുംബ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയൊരു പദ്ധതിക്ക് സംഘടന നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസം തൊട്ട് തുടങ്ങിയത്. യൂണിറ്റ് പ്രസിഡന്റ് CM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വിജയ് ഭാരത് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് എടമുട്ടം സ്വദേശിനിയായ 30-കാരി. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കരൂപ്പടന്നയിൽ തെരുവുനായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ 8 ആടുകൾ ചത്തു. അതിരപ്പള്ളിയിൽ കാട്ടാനശല്യം വീണ്ടും രൂക്ഷമാകുന്നതായി പരാതി. വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച പ്രത്യേക ദൗത്യം ഫലപ്രദമല്ലെന്നും ആനകൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് മടങ്ങിയെത്തുകയാണെന്നും നാട്ടുകാർ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.